പ്രതിച്ഛായ കണ്ടിരിക്കുകയാണ്. നിങ്ങളും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എനിക്ക് കൊള്ളില്ല എന്ന് തോന്നാൻ ഒരു റീസണും തോന്നിയിട്ടില്ല. പടം കൊള്ളാം, എനിക്ക് വർക്കൗട്ടായി, എൻ്റെ കൂടെ വന്ന ആൾക്കും ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി കഥ. ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കണ്ടിരിക്കുക. ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചും കണ്ടും വോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പടം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഓരോരുത്തർ ഫേസ് ചെയ്യുന്ന ഓരോ പാർട്ടിക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായാലും, ഇപ്പോൾ ഞാൻ 100 രൂപ ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്, തൊട്ടടുത്തിരിക്കുന്ന ആൾ 500 രൂപ എടുക്കുകയാണ്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ 1000 രൂപ ഖജനാവിൽ നിന്ന് എടുക്കുകയാണ്. ദ കോമൺ തിങ്, നമ്മളെ 3 പേരും കള്ളന്മാരാണ്. 1000 വരുമ്പോഴത്തേക്കും 100 ഉള്ളവനെ ആൾക്കാർ മറക്കും. അതുപോലെ മീഡിയക്കാർ ഭയങ്കര ഇൻഫ്ലുവൻസ് നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കൃത്യമായിട്ട് സിനിമ പറയുന്നുണ്ട്. അതായത് മീഡിയക്കാരിൽ ചാനലിലിരുന്ന് പറയുകയാണ്. ഒരു പൂച്ചയെ കാണിച്ചിട്ട് അവർ 100 വട്ടം പറയണം, ഇത് പട്ടിയാണ്, ഇത് പട്ടിയാണ്, ഇത് പട്ടിയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും അപ്പോൾ ആലോചിക്കും, ഇനി ഇത് പട്ടിയാണോ? മനസ്സിലായോ? അങ്ങനെ മീഡിയക്കാർക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പടം നല്ലപോലെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. പിന്നെ അതുപോലെ എനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് BGM. ആവശ്യമില്ലാതെ കുറേ BGM കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ ചെവി തുളഞ്ഞു പോണ BGMമാണ് ചിലതൊക്കെ. ഓക്കെ, അത് മാത്രമായിട്ട് എനിക്ക് പ്രശ്നം തോന്നിയുള്ളൂ. ബാക്കി എനിക്ക് സിനിമ വർക്കൗട്ടായി. നിങ്ങൾ പോയി കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഷേണോയ്സിലാണ് പോയി കണ്ടത്. തിയേറ്റർ ഒരുവിധം ഫുള്ളായിരുന്നു പടത്തിന്. ഹരിശ്രീ അശോകൻ അഭിനയം, എൻ്റെ മോനെ, സീരിയസ് സംസാരിച്ച് തിരിച്ച് നടന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പോകും എൻ്റെ മോനെ. അതുപോലെ നിവിൻ പോളിയുടെ വോയിസൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളും ഞാനും പറയും, നീയൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, നിവിൻ പോളി കിടിലമായിട്ട് അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരും നല്ല 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 കാസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ മണിയമ്പിള്ള രാജു, സായി കുമാറൊക്കെ നല്ല നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. ഷറഫുദ്ദീന് കുറച്ച് ഡയലോഗൊക്കെ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഷറഫുദ്ദീൻ്റെ ഓരോ മാസ് എൻട്രി ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ല. ഡിഫൻഡർ കാണിക്കും, അതും ഒരു രക്ഷയില്ല. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയി കാണുക. അപ്പോൾ വോട്ട് ചെയ്യുമ്പോഴൊക്കെ നോക്കി കണ്ട് വോട്ട് ചെയ്യുക. എല്ലാവരും സത്യസന്ധരായിരിക്കണം എന്നില്ല. ചിലപ്പോൾ സത്യസന്ധന്മാരെയും നമ്മൾ കരിവാരി തേക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ.